ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ചിലരോടൊക്കെ നമ്മുടെ തൃശ്ശൂർ ഫ്ലവർ ഷോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഫ്ലവർ ഷോ കാണുകയാണെങ്കിൽ കൊച്ചി ഫ്ലവർ ഷോ കാണണം. കൊച്ചിക്കാരോട് എനിക്ക് യാതൊരുവിധ പരിഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞതിന് ശേഷം എന്തോ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കൊച്ചിൻ ഫ്ലവർ ഷോ എന്ന് അടിക്കാനാണ് വിചാരിച്ചതെങ്കിലും പിന്നീട് ഞാൻ അത് അഭിപ്രായം മാറ്റിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ ഏതാണെന്ന് അടിച്ചപ്പോൾ ഗാർഡനിങ് ചാരിറ്റിയുടെ ഭാഗമായിട്ട് UK ചെൽസിയ അവിടെ റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് റോയൽ ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫ്ലവർ ഷോയാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് തൃശ്ശൂർ ശക്തൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ ഫ്ലവർ ഷോൻ്റെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കാണാം. ഞാനൊരു 60 രൂപ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് എടുത്തു. അത് കുട്ടികൾക്ക് കുറവുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ജനുവരി 10 മുതൽ 22 വരെയാണ് ഇത് ഇവിടെ നടക്കുന്നത്. സ്റ്റാൾസ് എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. ഊഞ്ഞാലിലാടുന്ന ഉണ്ണിക്കണ്ണനും അതിൻ്റെ സൃഷ്ടാവായ ദീപക് ജോണും വീശിയടിക്കുന്ന വൃശ്ചികക്കാറ്റും എല്ലാം കൂടി ഒരു നല്ല തൃശ്ശൂർ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഫ്ലവർ ഷോയുടെ പിന്നിലുള്ള മോട്ടിവേഷൻ ചാരിറ്റി ഗാർഡനിങ് ആണെന്ന് മനസ്സിലായി. ഇനോഗ്രേഷനൊക്കെ ഇന്നലെ ഈവനിങ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇവിടെ ഇതൊന്നും സെറ്റായിട്ടില്ല. അത് ഒരു തൃശ്ശൂർ സ്റ്റൈലാണെന്ന് വേണമെങ്കിൽ കുറ്റപ്പെടുത്താം, അതല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഗാർഡനിങ് ചാരിറ്റി? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഗാർഡനിങ് ചാരിറ്റി. അതുപോലെ തന്നെ ഒരു വാക്കാണ് കമ്മ്യൂണിറ്റി ഗാർഡനിങ്. അതായത് പല തരത്തിലും വൾണറബിൾ കണ്ടീഷനിലായിട്ടുള്ളവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, ഇപ്പം ജയിലിൽ കഴിയുന്നവർ, അവരെയൊക്കെ ഗാർഡനിങ്ങിലൂടെ, അതായത് മെൻ്റലി ഫിസിക്കലി ഒക്കെ ഗാർഡനിങ്ങിലൂടെ അവരെ മെച്ചപ്പെടുത്തുക. അതിനു വേണ്ടി വരുന്ന ഫണ്ട് ഇത്തരം ഫ്ലവർ ഷോകളിൽ നിന്ന് കളക്ട് ചെയ്യാം. ഈ ലക്ഷ്യം വെച്ചുള്ളതാണ് റോയൽ ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫ്ലവർ ഷോ. അപ്പോൾ ഇത് ലണ്ടനിൽ മാത്രമല്ല, ഇപ്പോൾ ഇത് തൃശ്ശൂർ ശക്തൻ എക്സിബിഷൻ ഗ്രൗണ്ടിലും ഈ ഫ്ലവർ ഷോസ് സംഘടിപ്പിക്കുന്നത് ഈ ഒരു ലക്ഷ്യങ്ങളോടൊക്കെ കൂടി തന്നെയാണ്. അതായത് എല്ലാ ഫ്ലവർ ഷോസും മാനസികമായും ഒക്കെ മനുഷ്യനെ ഉത്തേജിപ്പിക്കുകയും ഒരു നല്ല ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് പാഷനേറ്റുള്ള ആൾക്കാരുണ്ട്. അവർ മാനസികവും ശാരീരികവുമായ ഉത്സാഹം കിട്ടുന്നതിന് ഒക്കെയാണ് പൂന്തോട്ടം നിർമ്മിക്കുന്നത്. മറ്റൊരു പുതിയ വാക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി ഗാർഡൻസ്, അതായത് പൊതു ഇടങ്ങളിൽ നിർമ്മിക്കുന്ന ഗാർഡൻസ്. മതിൽക്കെട്ടിന് അപ്പുറത്തുള്ള വഴിയോരങ്ങളിലൊക്കെ മനോഹരമായ പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്. എല്ലാതും നമുക്ക് മാത്രം എന്നുള്ളൊരു ചിന്ത വിട്ടിട്ട് പ്രകൃതിക്കും മറ്റു മനുഷ്യർക്കും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന മാനസികാവസ്ഥയുള്ളവരായിരിക്കും മിക്കവാറും ചെടികളെ ഇഷ്ടപ്പെടുന്നത്. ഇതിനൊക്കെ നമുക്ക് ചാരിറ്റി ഗാർഡനിങ് എന്ന് പറയാം. പക്ഷേ ഇതൊരു വലിയ ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഓൺലൈൻ സെല്ലറാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് സെൽ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ ഇപ്പം ഓൺലൈൻ സെല്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റ് സെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാക്ടസിൻ്റെ സ്റ്റോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. കാക്ടസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ വെരിഗേറ്റഡ് കാക്ടസ് അടക്കം നമ്മളിതിൽ കണ്ടു. ഇപ്പോൾ കാണുന്നതാണ് പോയിൻസെറ്റിയ പ്ലാന്റ്സ് കേട്ടോ. മുന്നൊക്കെ ഇതുപോലെയുള്ള ഫ്ലവർ ഷോസ് വിസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ ചെടികൾ കാണാനും വാങ്ങാനും സാധിക്കുകയുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ഓൺലൈനിൽ നമുക്ക് എല്ലാത്തരം ചെടികളും കിട്ടും. ഇപ്പം ഇത് കലാത്തിയാസ്, അതുപോലെ ചെത്തി, പുതിയ തരം വെറൈറ്റി ചെത്തി, ഇതെല്ലാം നമ്മളിപ്പോൾ ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നുണ്ട്. പ്ലാന്റ് സൈസും പ്രൈസും അറിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. സിയാം ടുലിപ്പ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സിയാം ടുലിപ്പ് ഒരു പെരിനിയൽ പ്ലാന്റ് ആണ്, ഇൻഡോറായിട്ട് വളർത്താം. ടുലിപ്പിൻ്റെ കുടുംബമായിട്ടൊന്നും ബന്ധമില്ല. ഇതൊരു മഞ്ഞൾ, കുർക്കുമ ജിഞ്ചർ, അപ്പോൾ മഞ്ഞൾ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു ചെടിയാണ്. ഫ്ലവർ ഷോസൊക്കെ കാണാൻ പോകുമ്പോൾ പുതിയ ചെടികളെ നമുക്ക് പരിചയപ്പെടാം. ഇത് മംസ് എന്നറിയപ്പെടുന്ന ഒരു ക്രൈസാന്തിമം വെറൈറ്റിയാണ്. ഇത് ഈസ്റ്റർ ലില്ലി. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന ചെടികളാണ്. തായ്ലൻഡ്, മലേഷ്യ, അതുപോലെ പൂന, അവിടെ നിന്നൊക്കെ ശീതീകരിച്ച ട്രക്കുകളിൽ ഇന്ന് രാവിലെ മാത്രം എത്തിയവരാണ് ഇവരെ നമുക്ക് വെൽക്കം ചെയ്യാം.
അഡീനിയംസ് നമ്പറിൽ ഒരുപാടൊന്നുമില്ല. അടുത്തതായിട്ട് ഡാലിയാസ്, മെക്സിക്കൻ സുന്ദരി, അവിടുത്തെ ദേശീയ പുഷ്പം. ഫ്ലവർ ബിസിനസ്, അതായത് ഇന്ന് രാജ്യങ്ങളിലെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ നിയന്ത്രിക്കാൻ തക്ക വിധത്തിൽ ഫാസ്റ്റായിട്ടാണ് ഈ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്നത്. പോം ക്രൈസാന്തിമം കട്ട് ഫ്ലവർ ഇനത്തിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ റോസ്, ഓർക്കിഡ്സ്, ആന്തൂറിയംസ് ഇതെല്ലാം ഈ കട്ട് ഫ്ലവർ ഇനത്തിൽ ബെസ്റ്റ് സെല്ലിംഗ് പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പോഴും. ഫ്ലവർ ഇൻസ്റ്റലേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. കാക്കപ്പൂവ്, ടൊറീനോസ്, അതുപോലെ തന്നെ മെലാസ്റ്റോമ ഇതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജെറബറാസ് പല നിറത്തിലുണ്ട്. നൈസിസ് പ്ലാന്റ്സ് ഓൺലൈൻ ഷോപ്പിൻ്റെ മാസ്റ്റർ പീസായിട്ടുള്ള നിത്യ കല്യാണീസ്. അതുപോലെ തന്നെ ഫ്ലവർ ഷോസ് കാണാൻ വരുന്നവർ ഒരുപാട് പേര് ഇത് വാങ്ങാൻ തന്നെയാണ് വരുന്നത്. ആക്ച്വലി വാങ്ങുന്നതും ഒരു ചാരിറ്റി തന്നെയാണ്. കാരണം ഒരുപാട് പേര് ഇത് ജീവനോപാധിയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ സിലോജിൻ പ്ലാന്റ് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നമ്മൾ ഓൺലൈനിൽ അത് 1250 രൂപയ്ക്ക് പ്ലസ് കൊറിയർ ചാർജോട് കൂടിയാണ് അയക്കുന്നത്. ഇവിടെ അതിന് 750 850 ഫ്ലവറോട് കൂടി. മറ്റേത് ബഡ് 750. ഓർക്കിഡ്സിൻ്റെ ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. ആൻറ്റിലോപ്പ്, ട്വിസ്റ്റഡ്, അതുപോലെ തന്നെ സ്പ്ലാഷ്. പ്രൈസ് വൈസ് റീസണബിളാണ്. ഡിസ്പ്ലേ ഏരിയയിൽ നമ്മൾ കണ്ടു അതൊക്കെ പുറത്തുനിന്ന് വന്ന ചെടികളാണ്. അപ്പോൾ അതിനി തിരിച്ചയക്കില്ല അവർ. ഇവിടെ തന്നെയുള്ള നഴ്സറീസ് അത് ഹോൾസെയിൽ റേറ്റിന് വാങ്ങിയിട്ട് റീസെയിൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡേയ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിന് നമുക്ക് പ്ലാന്റ്സ് വാങ്ങാൻ കിട്ടും. അതുമാത്രമല്ല, ഇത് ഓർക്കിഡ്സിൻ്റെ ഒക്കെ സ്റ്റാൾസ് തന്നെയാണ്. പക്ഷെ അവിടെയും ഞാൻ നോക്കിയിട്ട് നല്ല വിലക്കുറവും നല്ല പുതിയ വെറൈറ്റീസും നമുക്ക് ലഭ്യമാണ്. പറ്റാവുന്നവരൊക്കെ ഇവിടെ വന്ന് കാണാം, ചെടികൾ വാങ്ങാം, പ്രോത്സാഹിപ്പിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.